ചിരിക്കാൻ പറ്റിയ ഒരു ഐറ്റമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാലഘട്ടമാണല്ലോ. നമ്മൾ എവിടെ നോക്കിയാലും ഓരോ രാജ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൊടികളും അവരുടെ ആരാധന പുരുഷന്മാരുടെ കട്ടൗട്ടുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇങ്ങനെ വഴിയോരങ്ങളിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നത് നമുക്ക് കാണാം. 100% സാക്ഷരതയെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് വേറെ ആരുമല്ല, സംഘികൾ തന്നെയാണ്. കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ബ്രസീലിൻ്റെ ഒരു കൊടി കണ്ടപ്പോഴത്തേക്ക് ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് കണ്ട് ഹാലിളകി ആ കെട്ടിയവരെ കൊണ്ട് ഈ പറയുന്ന സംഘി വേട്ടാവളിയന്മാർ ആ കൊടി അഴിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയല്ലാതെ നമുക്ക് വേറെ എന്താണ് വരുന്നത് അല്ലേ? കാരണം ഇവന്മാരെ പോലെ ഭൂലോക മണ്ടന്മാർ ലോകത്ത് എവിടെയും ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാണക പൊട്ടന്മാർ. സത്യത്തിൽ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരി വന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോരുത്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ചില വാർത്തകളുണ്ട്. സുഗതൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ BJPയുടെ ഒരു കൗൺസിലർ, ഇവൻ പക്ക കുറ്റവാളിയാണ്, ഇവൻ ക്രിമിനലാണ്, കൊലക്കേസിൽ വരെ പ്രതിയായിട്ടുള്ളവനാണെന്നുള്ള അതിൻ്റെ ഓരോ തെളിവുകൾ കേരള പോലീസ് ഓരോ ദിവസവും പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഈ സംഘി പൊട്ടന്മാരുള്ളൂ, അതായത് ഈ ജനിപ്പിച്ച തന്തയും തള്ളയും പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ചില മരവാണങ്ങൾ ഇവന്മാർ വന്നിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും വിളിക്കുന്ന തരത്തിലുള്ള അസഭ്യ വർഷങ്ങളാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവന്മാർ എന്ത് കാണിച്ചാലും അത് കോമഡിയാണ്, നമ്മൾ ചിരിച്ച് തലകുത്തി ചാകും. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം. ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ വിസർജനം ചാനലിൻ്റെ വക്താക്കളും ഇപ്പോൾ ഓടി നടന്നുകൊണ്ടിരിക്കുക. ഈ കൊടി കെട്ടി എന്ന് പറയുന്ന ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് സംഘപരിവാർ അല്ല എന്ന് വരുത്തി കാണിക്കാൻ വേണ്ടി പെടുന്ന തെദ്രപ്പാടില്ലേ, ആ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണണം. ഈ കൊടി കെട്ടിയ ഒരു ആരാധകൻ പറയുന്നതും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സംഘികളുടെ ഒരു അവസ്ഥ. തലയ്ക്കകത്ത് ചാണകമായി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ മൃഗങ്ങൾക്ക് അതീതമായിട്ടായിരിക്കും. കാരണം ഇന്ന് മൃഗങ്ങൾ പോലും മൃഗങ്ങളോട് കരുണ കാണിക്കുമ്പോൾ സംഘിവർഗങ്ങൾ മനുഷ്യനോടും മൃഗങ്ങളോടും കരുണയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത് കണ്ട് ചിരിച്ച് നിങ്ങൾ അങ്ങോട്ട് ആസ്വദിച്ചോളൂ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഒന്ന് പോവാം. പാകിസ്ഥാന്റെ കൂടിയാണ്, പാകിസ്ഥാന്റെ കൂടി ഇവിടെ കിട്ടിയത് അടിപ്പിക്കണമെന്ന് അവർ പച്ച നിറമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്കൊന്നുമില്ല, നമുക്ക് ആരോടും പ്രശ്നങ്ങളോ വരയ്ക്കണോ കാര്യങ്ങളോ നമ്മൾ പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കെട്ടിയ ആ ഒരു കൂടി നമുക്ക് തിരിച്ച് നമുക്ക് അവിടെ തന്നെ കെട്ടണമെന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ രസകരമായ ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നൊരു വാർത്തയാണ്. ആ വാർത്ത ഇതാണ്. പ്രേക്ഷകർ ആ വാർത്ത കേൾക്കൂ, എന്നിട്ടൊന്ന് ചിരിക്കൂ. കൊല്ലം കടവൂരിൽ RSSന്റെ ഭീഷണിയെ തുടർന്ന് ബ്രസീലിന്റെ പതാക അഴിപ്പിച്ചുവെന്ന് പരാതി. പാകിസ്ഥാൻ പതാകയുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ചാണ് പതാക അഴിപ്പിച്ചത്. പതാക കിട്ടിയ കുട്ടികളെ RSS പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. പലയിടത്തും പതാക അഴിപ്പിച്ചു. ഉയരത്തിൽ കെട്ടിയ പതാക പോലീസിനെ ഉപയോഗിച്ച് നീക്കം ചെയ്തുവെന്നും ആരോപണമുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ ഉണ്ടോന്ന് കേൾക്കാം. വിഷ്വല് പതാക അഴിച്ചു മാറ്റുകയാണ്. ഇത് പാകിസ്ഥാൻ പതാകയാണെന്ന് RSSലെ ചിലർ കരുതി. എൻ്റെ പൊന്ന RSS സഹോദരങ്ങളെ, ഇത് ബ്രസീലിൻ്റെ പതാകയാണ്. ബ്രസീലിൻ്റെ പതാകയിൽ പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ട്. പാകിസ്ഥാൻ്റെ പതാക നമ്മുടെ തെരുവിൽ ഇപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ലല്ലോ. പാകിസ്ഥാൻ ഈ പറയുന്ന ഫുട്ബോൾ കളിക്കുന്നില്ലല്ലോ. ഇത് ബ്രസീലിൻ്റെ പതാകയാണ് എന്നുള്ള സാമാന്യ ബോധം പോലും, അല്ലെങ്കിൽ പിന്നെ എന്തിനാ. AV ജയശങ്കറുണ്ട്. ജയശങ്കർ പാവം കുട്ടികൾ, ബ്രസീലിൻ്റെ ആരാധകർ, നമ്മുടെ നെയ്മറിൻ്റെ ആരാധകർ, അവർ വലിയ ആവേശത്തോടെ കെട്ടിയ പതാകയാണ്. RSSലെ ചില സഹോദരങ്ങൾ പോയിട്ട് ഈ പാകിസ്ഥാൻ ഏതാ ബ്രസീൽ ഏതാന്ന് തിരിച്ചറിയാതെ പോയി പിള്ളേരെടുത്ത് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയ എന്താ സംഭവിച്ചത് ജയശങ്കർ? ഡോക്ടർ അരുൺ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചിരി വരുന്നുണ്ട്. കാരണം ഇത് കാലം മാറി, ഈ പതാകകളൊക്കെ തിരിച്ചറിയുന്ന എല്ലാവർക്കും ഒരു വിവരം ബോധമൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും കൊല്ലം കടവൂരിലാണ് ഇത്തരത്തിൽ ബ്രസീലിന്റെ പതാകകൾ വ്യാപകമായി അഴിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഈ കടവൂർ പ്രദേശത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ബ്രസീൽ ആരാധകർ സ്ഥാപിച്ച പതാകകളാണ് നിർബന്ധിച്ച് അവിടുന്ന് അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ ആളുകളും ഈ RSSന്റെ ചില പ്രവർത്തകരൊക്കെ തന്നെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പതാക ആളുകളെ കൊണ്ട് നീക്കം ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
ഉണ്ടായത്. ചിലയിടങ്ങളിൽ ചില പോലീസുകാർ ഇത്തരത്തിൽ പതാക നീക്കം ചെയ്യണമെന്ന് ആളുകളെ നിർബന്ധിച്ചു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നമുക്ക് ഈ പരാതിയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ ആളുകളും എല്ലാ പോലീസുകാരെയും കുറ്റം പറയുന്നില്ല. ചില പോലീസുകാർ ഈ RSSകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ പതാക മാറ്റണമെന്നൊരു നിർബന്ധം ചെലുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കടവൂർ മേഖലയിലാണ് കൂട്ടത്തോടെ വ്യാപകമായി ഇത്തരത്തിൽ ബ്രസീലിന്റെ പതാകകൾ മാറ്റിയത്. ആ പതാകയുടെ നിറമാണ് പലർക്കും പ്രശ്നമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പച്ച പതാക കണ്ട് തെറ്റിദ്ധരിച്ചാണോ എന്നറിയില്ല. ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ എന്തായാലും ആ പതാകയുടെ നിറമാണ് ആളുകൾ എന്തായാലും പ്രശ്നത്തിലാക്കിയത്. അങ്ങനെ വ്യാപകമായി ഈ പ്രദേശത്ത് പതാകകൾ നീക്കം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം DYFI പ്രവർത്തകർ ഇതറിഞ്ഞ് ചെറിയ പ്രതിഷേധമൊക്കെ സ്ഥലത്ത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വാർത്തയൊക്കെ വരുമ്പോൾ ആ പതാകയ്ക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം കിട്ടുമോ, ഇനി പോലീസിൽ ഇടപെടേണ്ടവർ ഈ വിഷയം ഇത് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കും അല്ലെ? അരിന്ന് എഴുതുമ്പോൾ പറയുന്നു വായിക്കുന്ന സംഖ്യ മരവാണങ്ങളോട് നമ്മൾ പിന്നെ എന്താണ് പറയേണ്ടത്? സത്യത്തിൽ പാകിസ്ഥാന്റെ കൊടി ഏതാണ് അല്ലെങ്കിൽ ബ്രസീലിന്റെ കൊടി ഏതാണ്? പച്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം പാകിസ്ഥാൻ എന്നാണ് ഈ മണ്ടന്മാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്ന് വരെ ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഇത്തോപ്യ എന്ന് പറയുന്ന ഒരു രാജ്യം പട്ടിണിയിലൊക്കെ ദാരിദ്ര്യമായിട്ട് കിടക്കുന്ന, ജനസംഖ്യയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആ രാജ്യം പോലും ഫുട്ബോളിൽ മികച്ചു നിൽക്കുമ്പോൾ 140 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തിന് അത് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ അത് എന്താ പറയുക, നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണല്ലോ മറ്റു രാജ്യങ്ങളുടെ ആൾക്കാരെയൊക്കെ ആരാധിക്കും അല്ലെങ്കിൽ അവരുടെ കൊടികളൊക്കെ കെട്ടേണ്ട ഒരു ഗതികേട് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായി പോകുന്നത്. ഇനി ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഈ വിസർജനം ചാനൽ വന്നിട്ട് കാണിക്കുന്ന ആ ഒരു വ്യഗ്രത ഉണ്ടല്ലോ, ഏതോ ഒരു സംഘിക്കുട്ടനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവന്മാർ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടിട്ട് കൃത്യമായിട്ട് ഇതിനൊരു കമന്റ് കൊടുക്കണം. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാതെ ബ്രസീലിന്റെ കൊടി കൊണ്ട് കെട്ടിയത്. ഞങ്ങൾക്ക് വേറെ കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കടവൂര് കൊണ്ട് കെട്ടിയത്. ദേവസ്വം ബോർഡിന്റെ സ്ഥലമാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് ഉപദേശ സമിതിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൊല്ലത്ത് ഫുട്ബോൾ ആരാധകർ കെട്ടിയ ബ്രസീലിന്റെ കൊടി അഴിപ്പിച്ചത് RSS ആണെന്നത് വ്യാജ പ്രചാരണം. കടവൂർ ക്ഷേത്രത്തിന് സമീപം കെട്ടിയിരുന്ന കൊടി അഴിപ്പിച്ചത് പോലീസാണ്. കടവൂരിൽ ബ്രസീലിന്റെ കൊടി പാകിസ്ഥാൻ പതാക ആണെന്ന് ആരോപിച്ച് RSSകാർ അഴിപ്പിച്ചു എന്നതായിരുന്നു പുറത്തുവന്ന വാർത്ത. എന്നാൽ സത്യം അതല്ലെന്ന് കൊടി കെട്ടിയവരും നാട്ടുകാരും ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, RSSനെതിരെ വലിയ പ്രചാരണമാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ബ്രസീലിന്റെ കൊടി RSS അഴിപ്പിച്ചു എന്ന രീതിയിൽ വലിയ പ്രചാരണം നടന്നു. അത് വെറും പൊള്ളയാണ് എന്ന് വെളിപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ നീലിമ, ഈ ഒരു സംഭവം അറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതായത് കൊല്ലത്ത് കടവൂർ ക്ഷേത്രത്തിന് സമീപമാണ് ഇങ്ങനെ ഒരു പതാക കെട്ടിയതും അത് അഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഇങ്ങനെ വിവരങ്ങൾ അറിഞ്ഞത്. പക്ഷേ ആദ്യം കേട്ടത് ഇത്തരത്തിൽ പാകിസ്ഥാൻ പതാക എന്ന് ആരോപിച്ചുകൊണ്ട് ഇവിടെയുള്ള RSSകാരും അതോടൊപ്പം ക്ഷേത്ര ഉപദേശക സമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് അഴിപ്പിച്ചു എന്നുള്ളതൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. ബ്രസീൽ ആരാധകരുണ്ട്, അദ്ദേഹമാണ് ആ കൊടി ഇവിടെ കെട്ടുന്നത്. അപ്പോൾ കൊടി കെട്ടിയതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ നമ്മളോട് പറയും. എന്തായാലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത് ദേവസ്വം ബോർഡിന്റെ സ്ഥലമാണോന്ന്, ദേവസ്വം ബോർഡിന്റെ പോസ്റ്റൊക്കെ ആണോന്ന്. ഞാൻ അറിയാതെ അവിടെ കൊണ്ട് കെട്ടിയത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് ദേവസ്വം ബോർഡുകാരെ സ്ഥലമാണെന്നോ ഇതിനകത്ത് RSSന്റെ പേരോ ഉപദേശ സമിതിയോ ഒന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവരെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ കെട്ടിയത്. ആ പോലീസുകാരാണ് വന്ന് പറഞ്ഞത് അത് അഴിച്ചു മാറ്റാൻ. അപ്പോൾ തന്നെ ഞങ്ങൾ അഴിച്ചു മാറ്റി. അവർ വീഡിയോ എടുത്തുകൊണ്ട് പോയി. പോലീസുകാർ പറഞ്ഞെന്നും പറഞ്ഞാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ഒരുപാട് വ്യാജ ന്യൂസുകൾ എന്നെക്കുറിച്ച് പടച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ പതാകയുടെ പ്രശ്നം, ഇത് തൃക്കടവൂർ മഹാദേവന്റെ സ്വത്താണ്. അത് ആ വഞ്ചിയിരിക്കുന്ന ഭാഗം വരെയും ഭഗവാന്റെ സ്വത്താണ്. ഈ ഭഗവാന്റെ സ്വത്തിൽ കൊടിയും തോരണങ്ങളും മറ്റൊന്നും കെട്ടുന്നത് നമ്മുടെ ഒന്നും ഉത്തരവല്ല, ഹൈക്കോടതി ഉത്തരവാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്. അതനുസരിച്ച് നമ്മുടെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഞ്ചാനോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിന് പ്രകാരം പോലീസാണ് അഴിപ്പിച്ചത്. അതിന് വെറുതെ RSSനെയും ഉപദേശ സമിതിയെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഈ ചാനലിന്റെ സ്ഥിരം ഒരു കഷ്ടം എന്നല്ലാതെ എന്താ പറയണ്ടല്ലേ? ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഏതോ ഒരു സംഘിക്കുട്ടനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയാണ് അവർ പറയുന്നത്. അതായത് എനിക്കറിയില്ലായിരുന്നു ദേവസ്വത്തിൻ്റെ സ്ഥലമാണെന്നുള്ളത്. പിന്നെ ഈ പറയുന്ന സ്ഥലത്തൊന്നും ഈ കൊടിയൊന്നും കെട്ടാൻ പാടില്ല, കാവിക്കോണവും മാത്രമേ കെട്ടാനായിട്ടുള്ള അവകാശം ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ഇത്രയധികം നാണം കെടുത്തുന്ന ഒരു കൂട്ടര് ഈ സംഘിവേട്ടാവളിയന്മാർ തന്നെയാണ്. അത് ലോകത്ത് എവിടെ പോയാലും പറയിപ്പിക്കുന്ന ഒരു കൂട്ടരും ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. എന്തായാലും ബ്രസീലിന്റെ കൊടി ഏതാണ്, പാകിസ്ഥാന്റെ കൊടി ഏതാണ്? ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടപ്പോഴത്തേക്ക് അത് പാകിസ്ഥാന്റെ കൊടിയാണെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കിടന്ന് ബഹളം വെച്ചതും ഈ ഇതേ മണ്ടന്മാർ തന്നെയാണ്. ഇവന്മാർ തന്നെ പച്ച കണ്ടാൽ ഹാലിളകുന്ന ഇവനെപ്പോഴൊക്കെ നമ്മൾ ഇനി എന്താ പറയുക? ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സകലമാന മരങ്ങളും വെട്ടിത്തൂരക്കളവെന്ന് പറയാം, അത് മുഴുവൻ പച്ചയാണല്ലോ, ഇലകൾ കംപ്ലീറ്റ് പച്ചയാണല്ലോ. ഇത് കാണപ്പോൾ ചിലപ്പോൾ ഇവന്മാർക്ക് ഹാലാണ്, കാരണം ഇത് പാകിസ്ഥാന്റെ ചെടിയാണ് അല്ലെങ്കിൽ ഇത് പാകിസ്ഥാന്റെ മരമാണെന്നൊക്കെ ചിലപ്പോൾ ഇവന്മാർ പറഞ്ഞു പോകും. അത്തരത്തിലായി നമ്മുടെ കേരളത്തിലെ സംഘിയോളികളുടെ ഒരു നിലവാരം എന്നുള്ളത്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും